കേർബ്സിലൂടെയാണ് പുള്ളി കയറ്റിയത്. ചെറിയ ഡ്രിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, കണ്ടോ വണ്ടി തന്നെത്താനെ ബാക്കിലോട്ട് പോകണേണ്. ഗൈസ് ഡ്രൈവറെ നമ്മൾ ഇട്ടിട്ട് പോയി. ഗൈസ് നീ വണ്ടി ആരോടിക്കും? KP വണ്ടി ആരോടിക്കും? ഇപ്പം ബൂസ്റ്റ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ 0 to 100 ചെക്ക് ചെയ്യാൻ പോണേണ്. എൻ്റെ മോനെ, വയറ്റിന്നൊക്കെ ഒരു സാധനം ഇറങ്ങിപ്പോണ്ടിട്ടാ. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഏറ്റവും പുതിയ harrier.tv. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലാണ്. ഇവിടെ നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാണ് വന്നേക്കുന്നത്. വണ്ടി ഓഫ് റോഡ് ഓടിക്കാനും പിന്നെ ട്രാക്കിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് വണ്ടി ഒരു രക്ഷയില്ല. ആ ഒരു ഹാരിയറിൻ്റെ ഏകദേശം അതേ ലുക്കൊക്കെ തന്നെയാണ്. ഫ്രണ്ടിൽ ഗ്രില്ല് നിങ്ങൾക്ക് കാണാം, അത് ക്ലോസ്ഡ് ആയത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ഇലക്ട്രിക് വെഹിക്കിളാണ്. ഫ്രണ്ടിൽ നമുക്ക് അഡാച്ച് ലെവൽ 2 ഉള്ള ആ ഒരു റണ്ണിങ് DRLs, ഫ്രണ്ടിൽ കണക്റ്റഡ് DRLs നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഹെഡ് ലാമ്പും ഫോഗ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ആൻഡ് ഇതാണ് സൈഡിൽ നിന്നുള്ള ഒരു ലുക്ക് കേട്ടോ. സൈഡിൽ നിന്നുള്ള നോക്കാം 19-inch വീൽസ് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാണ്ട് ഇവിടെ നമുക്ക് ആ റിയർ വ്യൂ മിറേഴ്സ് 360 ക്യാമറ ഉണ്ട്. 360 അല്ല 540 ഡിഗ്രി ക്യാമറയാണ്. ഒരു ഫുഡ് സ്റ്റെപ്പ് കാണാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൈഡ് നോക്കാൻ പോയാൽ. ജസ്റ്റ് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, ലോക്ക്ഡാണ്. ഇതാണ് ഇൻറ്റീരിയർ നമുക്ക് കാണാം. സെൻറ്ററിൽ നമുക്കൊരു സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ കാണാൻ പറ്റും. സ്റ്റിയറിംഗ് വീലും നമുക്ക് കാണാം. ആൻഡ് അതൊക്കെ നമ്മൾ ഓടിക്കും. എന്തായാലും ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻറ്റീരിയർ കാണാൻ പറ്റും. പാൻഡ്രോമിക് സൺറൂഫും കാണാം. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് നമുക്ക് ഇതിൽ കൊടുത്തേക്കണം. ഓൾമോസ്റ്റ് 10 സ്പീക്കേഴ്സോളം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ വണ്ടി ലോക്ക് ആയതുകൊണ്ട് നമുക്ക് തുറന്ന് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതാണ് വണ്ടിയുടെ റിയറിലേക്ക് നോക്കാൻ പോയാൽ. ഇതാണ് റിയറിലെ ലുക്ക് കിട്ടും വണ്ടിയുടെ. ആ ഒരു ഹാരിയറിൻ്റെ ഏകദേശം അതേ ലുക്ക് തന്നെ. പക്ഷേ ഹാരിയറിനെക്കാട്ടും ഏകദേശം 600-700 കിലോളം ഈ വണ്ടി കൂടുതലാണ്. അപ്പോൾ അതാണ് നമ്മുടെ harrier.tv. ഇതായത് ഫ്രണ്ടിലും ബാക്കിലും മോഡലും ഡുവൽ മോട്ടറാണ്. ഫ്രണ്ട് മോട്ടറും ബാക്ക് മോട്ടറും കൂടെ ഏകദേശം 504 Nm ഓഫ് ടോർക്ക്, 500+ Nm ഓഫ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഇത് ഇൻഡിവിജ്വൽ സസ്പെൻഷനാണ്. ഇതിൻ്റെ 4 സസ്പെൻഷനും ഇൻഡിവിജ്വൽ സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന് ഏകദേശം ഒരു 400 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റിയറിലെ മോട്ടറാണ് മെയിൻ മോട്ടർ. ഫ്രണ്ടിൽ ഒരു കുറച്ചുകൂടി പവർ കുറഞ്ഞ മോട്ടറാണ്. ഏകദേശം 150 PS ആണ് ഫ്രണ്ട് മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം പോലെ ആക്കിയേക്കണാണ്. അതായത് ഇതിൻ്റെ സോഫ്റ്റ്വെയർസും ഇതിൻ്റെ ആ ഒരു മെക്കാനിക്സും ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ഫ്രണ്ടും ബാക്കും നല്ല എന്താ പറയുക, ഒരു ഓൾ വീൽ ഡ്രൈവ് വണ്ടിയുടെ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ ഈ ഒരു ഹാരിയർ EV അവർ ലോഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ആ ഒരു മാറ്റ് ബ്ലാക്ക് ഒരു രക്ഷയില്ലാത്ത കളറാണ് മാറ്റ് ബ്ലാക്ക്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടികൾ ഇവിടെ കിട്ടിയേക്കണത്. ഇതിലൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണത്. ഇത് നല്ല രസമായിരിക്കും നമുക്ക് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ. വൈറ്റ് ടാറ്റയുടെ ആ ലോഗോ വൈറ്റ് കളറാണ് ഈ ഒരു ബ്ലൂ വേരിയൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ ഫുൾ സെൻസസ് ഉണ്ട്. ഇത് ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ 360 ഡിഗ്രി അല്ല 540 ഡിഗ്രിയാണ് പറയുന്ന കാര്യം. വണ്ടിയുടെ അടിഭാഗം വരെ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫുള്ളായിട്ട് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്കിളിലേക്ക് പോകണതാണ്. സോ ദിസ് ഇസ് അവർ നമ്മുടെ ഇന്ന് കൂടെ ചെയ്യാൻ പോണ ഉദയ്. സോ അപ്പോൾ ഉദയാണ് നമ്മളെ ഫുൾ ഇന്ന് ഗൈഡ് ചെയ്യാൻ പോണത്. പുള്ളി നമ്മളെ ട്രാക്കിൽ കൊണ്ടുപോയി ഫുൾ ഓടിപ്പിക്കുന്നതായിരിക്കും. സോ യെസ്, so what are we going to do on the track today? Yeah, so basically we're going to move to the track and, okay. We're going to do a drag race first. Drag race, okay. Yeah. So this car goes from 0 to 100 in 6.3 seconds. Yes, Okay. the back straight. I'm going to show you the different modes that we have. Okay. This car has a boost mode. Boost mode. So that's where we get the maximum. Yes. This is the all-wheel drive version, yes, right? It does. So it's got 2 motors. Yeah, front and back. So that makes it the powerful Okay, machine. okay. So at the back straight we're going to touch the maximum speed that we have. How much is the maximum that we are going to do? See, we're going to do around 175, but okay. it can go beyond that. Okay, cool. It has that capability. And then we're going to touch a few chicanes, the famous parabola of BIC. Okay. So I'm going to show you how this car takes control on the racetrack. Okay, nice. So this is the key, right? Yeah, that's the key. Okay, so this is where we do the park assist and all. Park assist and everything. Okay. അപ്പോൾ ഇതാണ് കീ. ഇത്രയും ചെറിയ കീ ആണ്. ഈ കീ വേണമെന്നൊന്നുമില്ല, ഫോൺ വഴിയും NFC കാർഡ് ഉണ്ട്, ആ കാർഡൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ. വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെയാണ്. അതൊക്കെ ഓൺ ആക്കണം. ഇവിടെയാണ് ഫുൾ സംഭവം. ഇവിടെ വലിയൊരു സ്ക്രീൻ ഉണ്ട്. സാംസങ്ങിൻ്റെ ഒരു LED സ്ക്രീനാണ് ഇതിന് വന്നേക്കണേ. അപ്പോൾ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഓഫ് റോഡ് സെഷനിലായിരിക്കും. റൈറ്റ്, വി ആർ ഗോയിങ് ടു വേർ കൻ ഐ ഡ്രൈവ് ഇറ്റ്? ലൈക്ക് വി വിൽ ബി ഡ്രൈവ് ഓഫ് റോഡ് സെഷൻ. ഓക്കെ, വി ആർ നോട്ട് ഗോയിങ് ടു ഡ്രൈവ് ഓൺ ദ ട്രാക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാക്കിൽ ഓടിക്കാനുള്ള നമ്മൾ ഓഫ് റോഡ് സെഷനിലായിരിക്കും ഫുള്ള് നമ്മൾ വണ്ടി ഓടിക്കാൻ പോണേ. അപ്പോൾ പയ്യെ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ട്രാക്കിലേക്ക് ഇറങ്ങണം. ഇവിടെ ഹെലികോപ്റ്ററൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ എമർജൻസിക്ക് വേണ്ടി യൂസ് ചെയ്യാനാണ്, പെട്ടെന്ന് മെഡിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ വന്നാൽ. അപ്പോൾ ഇതാണ് BIC ട്രാക്ക്. ഇവിടെയാണ് MotoGP ഒക്കെ നടന്നത്.
അപ്പോൾ ആ സമയത്ത് നമ്മൾ വന്നിട്ടുണ്ടായി, അന്ന് ഫുൾ വീഡിയോ കുറേ എടുത്തതാണ്. അപ്പോൾ അതേ ട്രാക്കിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹാരിയർ EV നമ്മൾ ഓടിക്കാൻ പോകണമല്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത്. ബാക്കിൽ KP ഉണ്ട് കേട്ടോ, KP 1 വീഡിയോഗ്രാഫിയിലാണ്. അപ്പോൾ റേഞ്ച് ഇപ്പോൾ 91%, 395 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. ഇല്ല, നല്ല രസമുണ്ട്, ഇൻറ്റീരിയറൊക്കെ നല്ല ഫിനിഷ് ഉണ്ട്. ഇവിടെ ഒരു ലെതർ ഫിനിഷിങ്, ലെതർ ടച്ച്. ഇത് എനിക്ക് തോന്നുന്നു ആംബിയൻ ലൈറ്റാണ് ഈ പോയേക്കുന്നത്. ബൂസ്റ്റ് മോഡ്, ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഇപ്പോൾ ബൂസ്റ്റ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ 0 to 100 ചെക്ക് ചെയ്യാൻ പോണെയാണ്. എൻ്റെ മോനെ, വയറ്റിന്നൊക്കെ ഒരു സാധനം ഇറങ്ങി പോണ്ടിട്ടാ. കാറ്റിൻ്റെ സൗണ്ട് മാത്രം. എൻ്റെ അലിയ മാരകം. ഇതാണ് EVയുടെ പവർ തന്നെ, വേറെ സാധനം കേട്ടാ. അതെ, ചെറിയ രീതിയിൽ maximum speed. അപ്പോൾ നമ്മൾ so what mode we are going? Again boost mode. It gets switched off automatically. No, I did it. Okay, cool. Okay, good to go. Yeah, പോടാ. അപ്പോൾ ഇനി ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ പോണാണ്. അപ്പോൾ ഇറ്റ്സ് ഗോയിങ് 60, 70, 80, 90, 100 കഴിഞ്ഞു, 120 കഴിഞ്ഞു, 30 കഴിഞ്ഞു, 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു. ഇതൊരു ഡൗൺ ഹില്ലാണ്, അത് കഴിഞ്ഞൊരു കയറ്റമാണ്. 170, 177, 180 ടച്ച് ചെയ്യാൻ പോണു. 179 വരെ വണ്ടി പോയി കേട്ടോ. 179 ആയിരുന്നു അതിൻ്റെ ടോപ്പ് സ്പീഡ്. ഇവിടെ സാധനം എടുക്കാൻ പോണാണ്. എൻ്റെ മോനെ, EVയുടെ പവർ വേറെ തന്നെ കേട്ടോ, ഒന്നും പറയാനില്ല. ആ ഒരു ഇനീഷ്യൽ ആക്സിലറേഷൻ മാരകം. ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കാം. അതായത് സ്റ്റെബിലിറ്റി കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വണ്ടി എത്രത്തോളം സ്റ്റേബിളാണ്. ഇത് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ളതാണ്. ഒരു 50 കിലോമീറ്റർ സ്പീഡിലാണ് പുള്ളി ഇതെടുക്കണേ. ഓക്കെ, സിക്വൻസ്. ഓക്കെ, ഇതിനി ജസ്റ്റ് എങ്ങനെയാണ് ഹൈ സ്പീഡ്സിൽ എത്രത്തോളം കർവ് എടുക്കുമ്പോൾ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് കാണിക്കാനാണ്. കേർബ്സിലൂടെയാണ് പുള്ളി കയറ്റിയത്. ചെറിയ ഡ്രിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടാ. അളിയ, എന്താ ഇത്? എന്താ KP ബാക്കിൽ അവിടെ അയ്യോന്ന് വിളിച്ച മേളിലൊക്കെ പിടിച്ചിരുന്നോ? വേറെ തന്നെ പവറാട്ടോ വണ്ടിക്ക്. സൗണ്ടൊക്കെ കേൾക്കണുണ്ടോ നിങ്ങള്? അപ്പൊ അതായിരുന്നു ഒരു എക്സ്പീരിയൻസ്. വലിയ സൺറൂഫ് എങ്ങനെയാ? കിളി പോയെന്ന് ഭാഗ്യം, കിളി പോവാത്ത ഭാഗ്യം. ഇനി നമ്മൾ അഡാഷിന്റെ സംഭവം ചെക്ക് ചെയ്യാൻ പോണാണ്. ഓക്കെ, സോ വി ക്യാൻ ചേഞ്ച് ദിസ്. നൈസ്. ഓക്കെ, ഇതാണ് ട്രാൻസ്പെറൻറ്റ് വ്യൂ കേട്ടോ. അതായത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം വന്നേക്കുന്നത്. വണ്ടിയുടെ അടിഭാഗം എല്ലാ സൈഡും കാണാം. ലൈക്ക് നമുക്ക് അതിൻ്റെ ഒരു ഓഫ് റോഡൊക്കെ പോകുമ്പോൾ എന്താണ് വണ്ടിയുടെ ചുറ്റുമുള്ളതോ അടിയിലുള്ള എല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ ഐ വിൽ ബി ടോക്കിംഗ് ഇൻ മലയാളം ഫോർ മൈ വീഡിയോ. ഇസ് ഇറ്റ് നൈസ്? അടിപൊളി. അപ്പോൾ ആള് ബാംഗ്ലൂരുകാരനാണ്. സോ അപ്പോൾ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോണ അഡാച്ച് ലെവൽ 2 ഫീച്ചറും എങ്ങനെയാണ് ഇതിൻ്റെ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ഉണ്ട് ഈ വണ്ടിയുടെ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇതിൽ ഇപ്പോഴത്തെ ഡ്രൈവിൽ കാണാൻ പോണേ. അപ്പോൾ ആള് നമ്മളെ കൊണ്ടുപോകുന്നതായിരിക്കും. ഡാഷ് ക്യാം ഇവിടെ ഒരു ഡാഷ് ക്യാം ഉണ്ട് ഇതിന്. അതുകൂടാണ്ട് ഇത് നമ്മുടെ മിററല്ല, ഇതൊരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ ബാക്കിൽ എത്രത്തോളം ലഗേജ് വെച്ച് എന്ത് ബാക്ക് ഫുൾ കവർ ആയപ്പോലും ഡോട്ട്സ്. ഓക്കെ. അപ്പോൾ ഇത് വെച്ച് യു ക്യാൻ സ്വിച്ച് ഇറ്റ് ഓഫ് ഓർ സോ ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് എ മിറർ. ബട്ടൺസ്. ഓക്കെ കണ്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഓൺ ഓഫ് ആക്കാം. അപ്പോൾ അത് കൊള്ളാട്ടോ, നല്ലൊരു സംഭവമാണ്. ഫുൾ ആ ഡിസ്പ്ലേയിൽ നമുക്ക് ഫുൾ ടൈം റിയർ വ്യൂവിലൊരു ഫുൾ ടൈം കാണാൻ പറ്റും. സോ നമ്മൾ വെയിറ്റ് ചെയ്യണം അവർക്ക് വേണ്ടി. We are waiting for them or? Yeah, we are waiting for our buddy because we'll be performing this whole thing in pairs. Okay.
ലെഫ്റ്റ് ഇട്ടപ്പോൾ സ്ക്രീനിൽ ഫുൾ കണ്ടിട്ടോ, ബാക്കിലത്തെ നമ്മുടെ ടയറിൻ്റെ ഫുൾ ആ ടയർ റിംസും എല്ലാം ഫുള്ള് നമ്മൾ കണ്ടു. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ നാരോ റോഡ്സ് കണ്ടോ. റൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് ബാക്കിലത്തെ ടയർ താഴെ ഗ്രൗണ്ട് എല്ലാം കാണാം നമുക്ക്. നല്ല ക്ലിയർ ആയിട്ട് നല്ല വലുതാക്കി കാണാം. നമ്മുടെ ഈ സെൻറ്ററിൽ ഇരിക്കുന്ന സിസ്റ്റത്തിലാണ്, ഫുൾ ഡിസ്പ്ലേയിലാണ് കാണുന്നതെല്ലാം. I'm going to be setting 60 Okay. as the speed, and Sid is on 40, and my car is just following his car. Oh, you are not doing No anything. accelerating. Nothing. Okay. Nothing. അപ്പോൾ 50 ഇപ്പോൾ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ആ കാർ ഹൗ മച്ച് ഡിസ്റ്റൻസ് ഇറ്റ് കീപ്സ്? You can actually change the distance by hitting this button. Close, far. See, Okay. he's braking, right? Uh-huh. So the car is automatically braking. Braking. You Okay. see the lines over here, the thing which is changing. Uh-huh. This is the distance. Okay. Now, Okay. after Okay. the speed breaker, I'm going to be performing. See, we are at higher speed now, 50. He's in 40. Okay. So we performed Oh, another so takeoff without anything. ഓക്കെ. നൈസ് ഉണ്ട്. കാറ് നമ്മൾ ലെയിനിൽ നിന്ന് മാറിയപ്പോൾ തന്നെത്താനെ വണ്ടി ആ 50 സെറ്റ് ചെയ്ത സ്പീഡിലേക്ക് വന്നു. അല്ലെങ്കിൽ ഒരു കാറ് ഫ്രണ്ടിലുണ്ടെങ്കിൽ അത് എത്ര സ്പീഡിലാണോ അതിൽ ഇത്ര ഡിസ്റ്റൻസ് ഇട്ടായിരിക്കും ഇത് റൺ ചെയ്യാൻ പോണേ. അതാണ് ഇതിൻ്റെ അഡാപ്റ്റ് ഫീച്ചറിൽ നമുക്ക് കാണാം. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ നമ്മൾ കണ്ടത്. Now we'll be performing an emergency braking. ഓക്കെ. Okay, so be ready for it. ഇതുണ്ട്, ഇവിടെ വേറൊരു വണ്ടി ഉണ്ടെന്ന് കാണിക്കണേ. Hazard lights came. Very smooth for panic braking. ഓക്കെ. Yeah. അതെ, അപ്പോൾ ഉദ്ദേശിച്ചത് നമ്മൾ ഹാർഡായിട്ടൊക്കെ പാനിക് ബ്രേക്ക് ചെയ്യുമ്പോഴും വണ്ടി നല്ല സ്റ്റേബിൾ ആയിട്ട്. You know, like. Yeah, you get the sudden crossing and all. And so the vehicle is already, the behind vehicle is alerted. And now I'm going to be performing intelligent speed assist. Okay. Okay. And I'm also going to be using my favorite mode, the boost mode. Okay. You see there is a traffic sign of 40 kilometers. Okay, what will be, so we are going to exceed the speed and hit the 40 kilometer sign. Okay. And then the car will detect the board, and to reduce the speed you don't need to brake or do anything. Oh, it will do just it one all. touch of the button, it will read the board and adjust the speed. Okay. But when it gives the prompt, if you want, you need to hit the button. Okay. So we go. ഇപ്പോൾ കണ്ട അവിടെ 40 കിലോമീറ്റർ സ്പീഡിൻ്റെ ഒരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും. See, I'm going at 70. And now it's going to read. And just see, did you see? ഓക്കെ. 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 കണ്ട അവിടെ ബോർഡ് വായിച്ച് 40 കിലോമീറ്റർ. Automatically 39. ഓക്കെ. 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 You don't have to do anything else. Just ഗോഡ്. അപ്പോൾ അവിടെ 40യുടെ ബോർഡ് കണ്ടപ്പോഴത്തേക്കും 40 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് കണ്ടപ്പോഴത്തേക്കും വണ്ടി അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ വണ്ടി തന്നെത്താനെ 40ലേക്ക് മാറും കേട്ടോ. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, സ്പീഡ് ബ്രേക്ക് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. വണ്ടി തന്നെത്താനെ ഡിറ്റക്ട് ചെയ്ത് അത് നമ്മളെ കാണും. അപ്പോൾ നമുക്ക് എങ്ങനെ മിസ്സായി പോയാൽ ഏതെങ്കിലും ബോർഡ് വണ്ടി അത് നോക്കിക്കോളൂ എന്നാണ് പറയണത്. So now I'm going to be performing the e-wallet suite. And Okay. that reverse assist. Okay. Okay. So now we are going shopping to a market. Okay. Like a narrow road. Let's see. അപ്പോൾ ഇനിയെന്ന് വെച്ചാൽ നമ്മൾ റിവേഴ്സ് അസിസ്റ്റാണ് കാണാൻ പോണത്. നമ്മളിപ്പോൾ ഒരു ബ്രോഡ്വേ പോലത്തെ ഒരു മാർക്കറ്റിലൊക്കെ പോയെന്ന് വിചാരിച്ചു, ഭയങ്കര നാരോ ആയിട്ടുള്ള. നമുക്കത് പോയിട്ട് റിവേഴ്സ് പോകണം. അതായത് നമുക്ക് തിരിച്ച് പോകണമെങ്കിൽ ഈ വണ്ടി തന്നെത്താനെ അത് സെറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളത് ഒരു മാർക്കറ്റ് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് നമ്മൾ കയറി, രണ്ട് സൈഡിലും വലിയ ഗ്യാപ്പൊന്നുമില്ല. നമുക്ക് വണ്ടി വളയ്ക്കാനൊന്നും പറ്റില്ല. യു ടേൺ എടുക്കാൻ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത്. ടിൽ 30 meters, right? 50 meters. So I'm really good at driving in the straights. I'm a race car driver. Okay. Very less chances to use reverse we never use. So I'm like really bad at reversing. Okay. So you're stuck here. I'll ask car for the help. Touch of a button. Reverse assist. And then we can talk whatever we want. ഓക്കെ. കണ്ടോ വണ്ടി തന്നെത്താനെ ബാക്കിലോട്ട് പോകണേണ്. വണ്ടി റൈറ്റ് ലെഫ്റ്റ് എല്ലാം ഡിറ്റക്ട് ചെയ്യേണ്ടി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്ഥലമുണ്ടോ കണ്ടോ, സ്റ്റിയറിംഗ് തന്നെത്താനെ തിരിയുന്നു. ആൻഡ് ഇറ്റ് ബ്രേക്ക് ഫോർ obstacle. It detected an obstacle. Okay. So it resumed itself. Yeah. Okay. If people are crossing. Okay. Or any kind of object. Okay. Even say it will be detecting with us. Say like somebody throws a t-shirt. Okay. Or the cloth is moving. That also detects. Okay. So it's detecting the objects. അപ്പോൾ എന്ത് പോയാലും അപ്പോൾ വണ്ടി തന്നെത്താനെ സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് തന്നെത്താനെ വണ്ടി റിസ്യൂം ചെയ്യട്ടോ. ആ ഒരു ഒബ്സ്റ്റക്കിൾ മാറിക്കഴിയുമ്പോൾ വണ്ടി തന്നെത്താനെ അത് Because people keep walking up and down in the market. Right? Yes. കണ്ടോ വണ്ടി ഈസി ആയിട്ട് നേരെ റിവേഴ്സ് 50 മീറ്റർ മുന്നോട്ട് പോയി 50 മീറ്റർ തിരിച്ച് വണ്ടി തന്നെത്താനെ റിവേഴ്സ് വരും കേട്ടോ.
എടുത്ത് നമുക്ക് പുറത്തേക്ക് എടുത്ത് തന്നെയാണ്, അതായത് മാർക്കറ്റിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് റോഡിലേക്ക് ഹൈവേയിലേക്ക് ഈ വണ്ടി എടുത്ത് തന്നെ രീതിയിലാണ് ഇവിടെ അവർ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണത്. ഭയങ്കര ഈസി ആയിട്ട് കേട്ടോ, ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണിത് സത്യം പറഞ്ഞാൽ. ഈ വണ്ടി കിട്ടുമ്പോൾ നമുക്കൊന്ന് ബ്രോഡ്വേ മാർക്കറ്റ് കയറ്റി നോക്കണം, അപ്പോൾ നമുക്കറിയാം വണ്ടി എത്രത്തോളം ആ ഒരു മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന്. കണ്ടോ, അങ്ങനെയാണ് ഫുൾ ഹസാർഡ് ലൈറ്റ് ഒക്കെ ഓൺ ആയിട്ട് റിവേഴ്സ് ലൈറ്റ്സും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് വണ്ടി റിവേഴ്സ് തന്നെ. ഓക്കെ, സോ ഓക്കെ, ഇറ്റ് വിൽ സ്റ്റോപ്പ് ആഫ്റ്റർ 50 meters. Yeah, it has memory of 50 meters. Okay. Okay. This is the reverse. Hit this. Auto park assist. Okay, auto park assist. So it's searching for the parking lot. Okay, so it has found. Select which one? Okay. ഞാനിപ്പോൾ അവിടെ ഇടാൻ പറഞ്ഞു കേട്ടോ. Remote parking option. This. Okay. Keep your car running. Shift to P. Roll up the windows. Grab your remote keys. Okay. Okay. So you are going. Bye. Bye. അപ്പോൾ ആള് പോണേണ്. ഇനി വണ്ടി എങ്ങനെ തന്നെത്താനെ ആ സ്പോട്ടിലേക്ക് പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഡ്രൈവറെ നമ്മൾ ഇട്ടിട്ട് പോയി ഗൈസ്. ഇനി വണ്ടി ആരോടിക്കും? കേപ്പി വണ്ടി ആരോടിക്കും? കണ്ടോ, ദേ ആരോ തിരിക്കണു. കൂടോത്രം കണ്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യണ. ശരിക്കും ഒരു അവിടം വരെ എത്തി, അതായത് ഡ്രൈവർലെസ് കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലേ വണ്ടികളെയൊക്കെ. ഇനി ഇത് തന്നെ ഓടിക്കണ ഇവിടെ വന്നാൽ നമുക്ക് പണിയൊന്നുമില്ല. ഇവിടെ സൈഡിൽ ഇത് ഇങ്ങനെ ചാരി അങ്ങ് ഇരിക്കുക, ബാക്കി വണ്ടി അങ്ങ് ചെയ്തോളും. കറക്റ്റ് ആ പാർക്കിംഗ് സ്പേസിലേക്ക് കറക്റ്റ് ഇടുക കേട്ടോ. കണ്ടോ എത്രത്തോളം സ്റ്റിയറിങ് തിരിച്ച് അവിടെ എത്തുമോ. അതെ, നമ്മുടെ ചേട്ടൻ അവിടെ ഉണ്ട് ചില്ലായിട്ട്. കണ്ടോ, കറക്റ്റ് ആ സ്പേസിലേക്ക് വണ്ടി കൊണ്ട് ഇട്ടു. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. nailed that park. കഴിഞ്ഞ് വണ്ടി ഓഫ് ചെയ്യുക, നമ്മൾ ഇറങ്ങുക. I hope you had fun, Vishnu. Yes, it was great. അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ടാറ്റ ഹാരിയർ.ev. അത് റെക്കോർഡാവണ്ട, റെഡ് കത്തണ്ട. അപ്പോൾ അതായിരുന്നു. അപ്പോൾ സംഭവമൊക്കെ കഴിഞ്ഞു, നമ്മളിനി തിരിച്ച് പോവുകയായി. ഓക്കെ, സി യു, ബൈ ബൈ, താങ്ക് യു, ബൈ ബൈ. അപ്പോൾ പോവുകയായി. ഞാൻ തലയിൽ ക്യാമറയൊക്കെ വെച്ചിറക്കൊണ്ട് ആൾക്കാരൊക്കെ എന്ത് സെറ്റപ്പാന്നൊക്കെ പറയണേ. ആളെ ഇടിച്ച് പൊളിച്ചല്ലാണിത്. ആരുടെ സഫാരിയാണല്ലേ.